പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുപ്രഭാതം, നല്ല നമസ്കാരം. അപ്പോൾ ഇന്നലെ നടന്ന കളികളിൽ ഒരു ചെറിയ കള്ളത്തരം എനിക്ക് തോന്നി. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ 1982 ജർമ്മനിയും ഓസ്ട്രിയയും കൂടി ഒത്തുകളിച്ച് അൾജീരിയനെ പുറത്താക്കിയ കാര്യം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇന്നലെ നടന്ന കളിയിൽ അതേപോലൊരു സംഭവം ഇപ്പോൾ ഒരേ സമയത്ത് രണ്ട് ഗ്രൂപ്പിലെയും അവസാനഘട്ട മത്സരങ്ങൾ ഇപ്പോൾ ഒരേ സമയത്ത് നടത്തിയിട്ട് പോലും കള്ളത്തരം ചെയ്തതായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയോ എന്ന് അറിയില്ല. ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ ഇന്നലെ നടന്ന കളികളിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ USA ടർക്കി തോൽപ്പിച്ചു. ആ കളി ഞാൻ മുഴുവൻ കണ്ടു. വളരെ ശക്തമായിട്ട് തന്നെ ടർക്കി തിരിച്ചു വന്നേക്കണം. ടർക്കി എന്ന് പറഞ്ഞാൽ അത്ര മോശം ടീമൊന്നുമില്ല. യൂറോപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്നലെ ഞാൻ പറയുകയും ചെയ്ത് 2002 സെമി ഫൈനൽ കളിച്ച ടീമാണ്. അതിന് കഴിഞ്ഞ ഒരു 10-15 വർഷം 10-20 വർഷമായിട്ട് അവർ നോക്കൗട്ടിലൊക്കെ വരാറുണ്ട്. പക്ഷേ 2026 ഇപ്പം നടക്കുന്ന വേൾഡ് കപ്പിൽ അവരുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. എല്ലാ കളിയിലും തോറ്റ് വളരെ മോശമായിട്ട് സ്ഥിതിയിലിരിക്കണമായിരുന്നു. ഇത് അവസാനത്തെ കളിയായിരുന്നു. കളി ജയിച്ചാലും പ്രത്യേകിച്ച് ചാൻസൊക്കെ വളരെ അപൂർവമായിരുന്നു. എന്തോ നന്നായി കളിച്ചു. അവർ വളരെ ശക്തമായിട്ട് ആ ഗ്രൂപ്പിൻ്റെ ടോപ്പിൽ നിന്ന് USA പോലുള്ളൊരു കൺട്രി ആദ്യത്തെ കളിയിൽ 7 ഗോളിനൊക്കെയാണ് തോൽപ്പിച്ചത്. അവരുടെ പുറപ്പാട് അല്ലെങ്കിൽ ശക്തമായ മുന്നേറ്റം ടർക്കിയായിട്ട് തടയിട്ട് USA 3-2 തോൽപ്പിച്ചു. സ്കോർ കാണുമ്പോഴത്തേക്കും വളരെ കഷ്ടപ്പെട്ട് ജയിച്ചു എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കളി മൊത്തം കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, USA കളിക്കുമ്പോൾ റഫറിമാർ അത്യാവശ്യം സോഫ്റ്റ് കോർണർ കാണിക്കാറുണ്ട്. അതൊക്കെ ഇന്നത്തെ കളിയിലും കണ്ടു. എന്തുമായിക്കോട്ടെ, ടർക്കി ജയിച്ചു. ആ ഗ്രൂപ്പിൽ പരാഗ്വേ ഓസ്ട്രേലിയയും ഓരോ കളിയൊക്കെ ജയിച്ചിട്ട് ഇങ്ങനെ എന്താ പറയണ സെക്കൻഡും തേർഡ് പൊസിഷനൊക്കെ ആയിട്ട് ഇരിക്കണമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കൺട്രി തോറ്റ് കഴിഞ്ഞാൽ ടർക്കി ജയിക്കണമെങ്കിൽ അവരുടെ കാര്യം കഷ്ടത്തിലാവും. അത് കളിക്ക് മുമ്പേ അറിയായിരുന്നു. ടർക്കി ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ബൈ മിസ്റ്റേക്ക് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാഗ്വേ ഓസ്ട്രേലിയയിൽ ഏതെങ്കിലും ഒരു ടീം പോകും. അപ്പോൾ അവർ വളരെ സൗകര്യപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടിക്കാതെ ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. അതിൽ ഓസ്ട്രേലിയ തോറ്റിരുന്നെങ്കിൽ ഓസ്ട്രേലിയ പുറത്തു പോയാനെ, പരാഗ്വേ തോറ്റിരുന്നെങ്കിൽ പരാഗ്വേ പുറത്തു പോയാനെ. ഡ്രോ ആയിക്കഴിഞ്ഞാൽ, അതും ഗോളൊന്നും അടിക്കാണ്ട് ഡ്രോ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ക്വാർട്ടർ ഫൈനൽ മീൻസ് നോക്കൗട്ട് സ്റ്റേജിലോട്ട് പോകുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള കളിയാണ് കണ്ടത്. കളി കണ്ടവർക്ക് മനസ്സിലാവും അത് എന്ത് രീതിയിലുള്ള കളിയാണ്. അത് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടത്. അല്ലാണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇന്നലത്തെ കളിനെ കുറിച്ച്. ഗ്രൂപ്പ് Fൽ ജപ്പാനും സ്വീഡനും. ജപ്പാൻ ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രോ പിടിച്ചിട്ടും ജപ്പാൻ തന്നെ 2ാം സ്ഥാനക്കാരായി, സ്വീഡൻ 3ാം സ്ഥാനക്കാരായി. ജപ്പാൻ ജയിച്ചിരുന്നെങ്കിലും ആ ഗ്രൂപ്പിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആ ഗ്രൂപ്പിൽ വേറൊരു കളിയിൽ നെതർലാൻഡും ടുണീഷ്യയും കൂടിയായിരുന്നു. അതും ഉറപ്പായിരുന്നു ടുണീഷ്യ പുറത്താകുമെന്ന്. നെതർലാൻഡ് നല്ല നിലയിൽ ജയിക്കുമെന്ന്. 3-1 അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ടർക്കി USA ഒരു അട്ടിമറിയായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ടർക്കിയുടെ തിരിച്ചുവരവായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്രൂപ്പ് Eയിൽ ജർമ്മനിനെ എക്വഡോർ 2-1 തോൽപ്പിച്ചു. ലക്കിൽ അല്ലെങ്കിൽ ബൈ ലക്ക് ജയിച്ചതൊന്നുമല്ല. ആ കളി കണ്ടവർക്ക് മനസ്സിലാവും എക്വഡോർ നന്നായി കളിച്ച് തന്നെയാണ് 2-1 ജയിച്ചേക്കണം. ജർമ്മനി ഇതുപോലെ തന്നെ വൻ തിരിച്ചുവരവായിരുന്നു. വലിയ മാർജിനിലായിരുന്നു എല്ലാ ടീമിനെയും തോൽപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ജർമ്മനിയുടെ കുതിപ്പിനെയും എക്വഡോർ ആ ഗ്രൂപ്പിൽ പുറത്താകേണ്ടതായിട്ടിരുന്ന വെച്ചൊരു ടീമാണ്. ഒരു പോയിൻ്റൊന്നും ഇല്ലാണ്ട് അവർ പുറത്തു പോകുമെന്നാണ് വിചാരിച്ചത്. കളി ജയിച്ചതോടെ അവർക്ക് സാധ്യതയായി. ആ ഗ്രൂപ്പിലെ 2ാമത്തെ കളിയിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഐവറി കോസ്റ്റ് കൊരഗാവനെ തോൽപ്പിച്ചു.
എക്കഡോർ ജർമ്മനി തോപ്പിച്ചില്ലായിരുന്നു വെച്ചാൽ ചിലപ്പോൾ കുറേ കാവ് മുന്നോട്ട് പോയാൽ. പക്ഷേ എക്കഡോർ വൻ അട്ടിമറിയാണ് ജർമ്മനി തോപ്പിച്ചുകൊണ്ട് കാണിച്ചേക്കുന്നത്. എക്കഡോർ ജർമ്മനിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയ ടീമൊന്നുമല്ല. അതുകൊണ്ടൊരു അട്ടിമറിയായിട്ടാണ് എനിക്ക് തോന്നണത്. അപ്പോൾ പരാഗ്വേ ഓസ്ട്രേലിയയുടെ ഒത്തുകളിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനോടകം കുറേ ഗ്രൂപ്പിലെ കാര്യങ്ങളൊക്കെ എല്ലാ കളിയും കഴിഞ്ഞ സ്ഥിതിക്ക് വ്യക്തമായി. എ ഗ്രൂപ്പിൽ നിന്ന് മെക്സിക്കോ 1-ാം സ്ഥാനത്തും സൗത്ത് ആഫ്രിക്ക 2, സൗത്ത് കൊറിയ 3-ാം സ്ഥാനത്തുമായിട്ട് വന്നിട്ടുണ്ട്. ബി ഗ്രൂപ്പിൽ നിന്ന് സ്വിറ്റ്സർലാൻഡ് 1-ാം സ്ഥാനത്തും കാനഡ 2-ാം സ്ഥാനത്തും ബോസ്നിയ 3-ാം സ്ഥാനത്തുമായിട്ട് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 1, മൊറോക്കോ 2, സ്കോട്ട്ലാൻഡ് 3-ാം സ്ഥാനം. ഗ്രൂപ്പ് ഡിയിൽ USA 1-ാം സ്ഥാനം, ഓസ്ട്രേലിയ 2-ാം സ്ഥാനം, പരാഗ്വേ 3-ാം സ്ഥാനം. ഒത്തുകളിച്ച് ചെയ്ത പരിപാടിയാണ്. തുർക്കി പാവം അതുകൊണ്ട് മാത്രം 3 പോയിൻറ്റുമായിട്ട് അവർ ടൂർണമെൻറ്റിൽ നിന്ന് ഔട്ടായി. പിന്നെ ജർമ്മനിയുടെ ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി 1-ാം സ്ഥാനം, ഐവറി കോസ്റ്റ് 2-ാം സ്ഥാനം. 2 പേർക്ക് 6 പോയിൻ്റാണ് ഇക്വഡോർ ഇന്ന് തോൽപ്പിച്ചത് കൊണ്ട് മാത്രം. പക്ഷേ ഇക്വഡോർ 3-ാം സ്ഥാനക്കാരായി 4 പോയിൻ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നെതർലാൻഡിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. നെതർലാൻഡ് 1-ാം സ്ഥാനമായിട്ട് 5 പോയിൻറ്റ്, ജപ്പാൻ 5 പോയിൻ്റായിട്ട് 2-ാം സ്ഥാനം, സ്വീഡൻ 4 പോയിൻ്റായിട്ട് 3-ാം സ്ഥാനമായിട്ട് മുന്നോട്ട് പോയി. ഇനിയുള്ളത് ഗ്രൂപ്പ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കളിയേ നടന്നിട്ടുള്ളൂ. ഇനിയുള്ള ഗ്രൂപ്പുകൾ 2 കളി നടന്നേക്കണ കാരണം അതിനെക്കുറിച്ച് നാളെ പറയാം. അതിൽ ആ പാടെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ ഗ്രൂപ്പാണ്. അതിൽ ഈജിപ്തിൽ 2 പോയിൻറ്റ്, ഇറാനും ബെൽജിയത്തിന് 2 പോയിൻറ്റ്, ന്യൂസിലാൻഡിന് 1 പോയിൻറ്റ്. അവിടെ നിന്ന് ആരൊക്കെ 2-ാം സ്ഥാനവും 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും ഇപ്പോഴും നിശ്ചയിക്കാൻ പറ്റാത്ത ഒരേ ഒരു ഗ്രൂപ്പ് ജി ആണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ബെൽജിയം 1-ാം സ്ഥാനം വരുമെന്നാണ്. അല്ലെങ്കിൽ ഈജിപ്തിന് നല്ല മാർജിനിന് ഇറാനെ തോൽപ്പിക്കേണ്ടി വരും. കാത്തിരുന്ന് കാണാം. എച്ചിൽ സ്പെയിൻ, ഉറുഗ്വേ, കാർബോ വെർഡെ ഇനി ഓരോ കളികളുണ്ടെങ്കിലും അവർ തന്നെ വരാനാണ് സാധ്യത. ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ്, നോർവേ 100% ക്വാളിഫൈഡാണ്. അടുത്ത കളിയിൽ സെനഗൽ ജയിക്കണമെങ്കിൽ അവർക്ക് ചാൻസ് ഉണ്ട്. ഇറാഖിന് പ്രത്യേകിച്ച് സ്ഥാനമൊന്നും കാണുന്നില്ല. ഗ്രൂപ്പ് ജെയിൽ അർജൻറ്റീനയുടെ ഗ്രൂപ്പിൽ അർജൻറ്റീനയൊക്കെ കൺഫേംഡ് ആണ്. അതിൽ ഓസ്ട്രിയ, അൾജീരിയയും 3 പോയിൻ്റ് വെച്ചിട്ടുണ്ട്. അടുത്ത കളിയിൽ 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും നിശ്ചയിക്കും. ജോർദാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ, പോർച്ചുഗൽ, DR കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ. അതിൽ കൊളംബിയയും പോർച്ചുഗലും ഏകദേശം 1-2 സ്ഥാനമായിട്ട് മുന്നോട്ട് പോകും. DR കോങ്കോൻ്റെ കാര്യം അവസാനത്തെ കളിയിലേ മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് 3-ാം സ്ഥാനക്കാരുണ്ടാവില്ല. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഗ്രൂപ്പ്, ഇംഗ്ലണ്ട്, ഗാന, ക്രൊയേഷ്യ, പനാമ. അതിലും ഇംഗ്ലണ്ടും ഗാനയും ഏകദേശമൊക്കെ മുന്നോട്ട് പോകും. അവസാന കളി ഗാനയും ക്രൊയേഷ്യയും കൂടിയാണ്. അതിൽ ഡ്രോ പിടിച്ചാൽ 2 ടീമും മുന്നോട്ട് പോകും. ഗാന ജയിക്കണമെങ്കിൽ ക്രൊയേഷ്യയുടെ കാര്യം ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ 3-ാം സ്ഥാനക്കാർ 8 പേര് മതി. അതിൽ 3 പോയിൻ്റുള്ള കുറേ ടീമുള്ളത് കൊണ്ട് ഏതെങ്കിലും 1-2 ടീം അവസാന നിമിഷം ഗോൾ ആവറേജിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 48 ടീമുണ്ട്. അതിൽ നോക്കൗട്ട് ഷേ എന്ന് പറഞ്ഞാൽ 32 ടീമിൻ്റെയാണ്, 32 ടീമിൻ്റെയാണ്. 32 വരണമെങ്കിൽ 12 ഗ്രൂപ്പാണുള്ളത്. ഓരോ ഗ്രൂപ്പിൽ നിന്ന് 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും എന്ന് പറഞ്ഞാൽ 24 ആവും. 3-ാം സ്ഥാനക്കാർ 8 പേര് മതി. 24ഉം 8 32. ബാക്കി 4 3-ാം സ്ഥാനക്കാർ 4-ാം സ്ഥാനക്കാരുടെ ഒപ്പം മൊത്തമായിട്ട് പുറത്തു പോകും. 12 4-ാം സ്ഥാനക്കാർ, അതായത് 4 ടീമേ ഉള്ള ഒരു ഗ്രൂപ്പിൽ. അപ്പോൾ അവസാനം വന്ന ടീം എല്ലാവരും പുറത്തു പോകും. ഒപ്പം 3-ാം സ്ഥാനം കിട്ടണ 4 ടീമും കൂടി പുറത്തു പോകും. അപ്പോൾ ആ 4 പേരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. 4 പോയിൻ്റൊക്കെ ഉള്ളവരെല്ലാവരും ഉറപ്പായിട്ടും കയറും. 3 പോയിൻറ്റിൽ ഒരേ പോയിൻ്റുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ നെക്സ്റ്റ് നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾ ഡിഫറൻസാണ്. അടിച്ച ഗോളും വാങ്ങിയ ഗോളും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ 3 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 2 ഗോൾ എനിക്ക് മടക്കിയിട്ടുണ്ടെങ്കിൽ 1 ഗോളിൻ്റെ ഡിഫറൻസ് വരും. അതിൽ ഏറ്റവും കൂടുതലുള്ളവരാണ് അടുത്തതായിട്ട് കൺസിഡർ ചെയ്യണം. അതും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പോണത്
രണ്ട് ടീമിലും ഈക്വലായിട്ട് വന്ന ഗോൾ ഡിഫറൻറ്റിലും ഈക്വലായിട്ട് വന്നെയാണെങ്കിൽ ആ ടീമുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ടീമായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഫിഫയുടെ നിയമം. ബാക്കി കാത്തിരുന്ന് കാണാം. ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ 1-2 ടീമിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ നോക്കൗട്ടിൽ കൺഫ്യൂഷൻ ഉള്ളത്. ബാക്കിയെല്ലാം ഏതാണ്ടൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഒരു 6 ടീമോളം തന്നെ കൺഫേംഡ് ആയിട്ടുണ്ട് ഈ 8 പേരിൽ. 1-2 ടീം ഏതാണെന്ന് 2 ദിവസം കൂടി കാത്തിരുന്നാൽ അറിയാം. പിന്നെ അവരുടെ പോയിൻറ്റിൻ്റെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആരൊക്കെയാണ് പോകണമെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഇന്നലെ വളരെ ഭംഗിയായിട്ട് ഒരു ഒത്തുകളി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ പറയണ ഗ്രൂപ്പ് ഡിയിൽ പരാഗ്വേ ഓസ്ട്രേലിയയും തമ്മിൽ ഒത്തുകളിച്ച് സമനില നേടി ടർക്കി പുറത്തായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായേക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കളി കണ്ടു, അത് കാരണം എനിക്കങ്ങനെ തോന്നി. അത്രേ ഉള്ളൂ. നല്ല നമസ്കാരം. വീണ്ടും കാണാം. ശരി.